ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ച് പിണറായിയും CPM-ഉം. ഇതാവണം രാഷ്ട്രീയം, ഇങ്ങനെയാവണം രാഷ്ട്രീയക്കാർ. രാജ്യത്തിന്റെ പൊതുവായ കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവുകൾ മറന്ന് ഒന്നിച്ചു നിൽക്കുന്നവരാകണം രാഷ്ട്രീയ നേതാക്കൾ. പിണറായിയും CPM-ഉം രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയക്കാരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു. ഇത്തരം നടപടികളോടൊപ്പം തന്നെ പെഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. തീവ്രവാദത്തിനെതിരെ കേന്ദ്ര സർക്കാരും പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്നത് ഉറപ്പുവരുത്താനുള്ള നയതന്ത്രപരമായ ഇടപെടൽ കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ പൗരന്മാർ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPM നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്ത് വന്നു. രാജ്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ പ്രതികരണം വേണമെന്നാണ് ഇന്ത്യൻ ജനത പൊതുവെ ആഗ്രഹിക്കുന്നതെന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പ്രതികരിച്ച അദ്ദേഹം പറഞ്ഞു. ഭീകരാക്രമണത്തിന്റെ സൂചനയാണ് പഹൽഗാമിലെ 26 പേരുടെ മരണം. ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല. പ്രകോപനത്തിന്റെ ഭാഗമായാണ് ഭീകരവാദികൾ ഇന്ത്യയുടെ മണ്ണിൽ കടന്നാക്രമണം നടത്തിയത്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഒഴിച്ച് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആക്രമണത്തെ അപലപിക്കുകയും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. രാജ്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ഭീകരാക്രമണത്തിനെതിരായി ശക്തമായ പ്രതികരണം വേണമെന്നാണ് ഇന്ത്യൻ ജനത പൊതുവെ ആഗ്രഹിക്കുന്നതെന്നും സൈന്യം അതിന് ശ്രമിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകരാഷ്ട്രങ്ങളും ഇന്ത്യക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഭീകരതയ്ക്കെതിരായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്ത്യയുടെ കര വ്യോമസേനകൾ സംയുക്തമായാണ് ഇന്നലെ പുലർച്ചെ ഭീകരരുടെ താവളങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. ഏപ്രിൽ 22-നുണ്ടായ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ദൗത്യത്തിൽ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും തീവ്രവാദി ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം തകർത്തു. 9 കേന്ദ്രം ആക്രമിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. ഭീകരരുടെ ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടത്തിയത്.